ഹലോ ഫ്രണ്ട്സ്, ഫോസ്റ്റർ കേരളയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ പ്രധാന ഒരു കാര്യമായിട്ടുള്ള നമ്മുടെ പെയിന്റിംഗ് ഒക്കെ പൊളിഞ്ഞിളകി പോകുന്ന ഒരു പ്രധാന കാര്യമായിട്ടുള്ള ഡാമ്പിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മുടെ വീടുകളിൽ എല്ലായിടത്തും, പുതിയ വീടുകളിലാണെങ്കിലും ചില പഴയ വീടുകളിലും ഒക്കെ ഇങ്ങനെ സംഭവിച്ചു വരുന്നുണ്ട്. അപ്പൊ ഇതിന്റെ കാര്യങ്ങളും കാരണങ്ങളും എല്ലാം നമ്മൾ പല വീഡിയോകളിലൂടെ എല്ലാവരും പറഞ്ഞൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ അതിൽ ഒരു കാര്യം നമുക്കറിയാം, ഈ ഡാം പ്രൂഫ് അടിക്കുന്നത് എവിടെയാണ്? നമ്മുടെ സാധാരണഗതിയിൽ ഏറ്റവും കൂടുതൽ പൊളിഞ്ഞിളകി വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലോറിൽ നിന്ന് ഏകദേശം 4 അടി വരെയുള്ള ഹൈറ്റുകളിലാണ് നമ്മുടെ റൂമുകളിലകത്തും. പുറത്താണെങ്കിൽ നമ്മുടെ പുറത്തെ ഭാഗത്ത് ഫ്ലോർ അഥവാ മണ്ണിന്റെ ലെവലിൽ നിന്ന് ഏകദേശം ഒരു 4-5 അടി വരെ പൊക്കത്തിലാണ് ഈ പറയുന്ന പെയിന്റും പുട്ടിയും എല്ലാം പൊളിഞ്ഞിളകി നാശമായി വരുന്നത്. അപ്പൊ ഇതിന്റെ ഒരു പ്രധാന കാരണമാണ് നമ്മൾ പറയുന്ന ഡാമ്പിംഗ് എന്ന് പറയുന്നത്. ഇപ്പൊ ഇത് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പ്രോഡക്റ്റ് അഥവാ ഏഷ്യൻ പെയിന്റ്സിന്റെ പ്രോഡക്റ്റ് ആണ് നമ്മൾ ഇന്നിപ്പോൾ പറയുന്നത്. ഏഷ്യൻ പെയിന്റ്സിന്റെ ഡാം പ്രൂഫ് എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് ഇറക്കുന്നുണ്ട്. അത് 3 ലെയറിലായിട്ട് അവർ ഇറക്കുന്നുണ്ട്. സാധാരണ ഡാം പ്രൂഫ് എന്ന് പറയുന്ന ഒരു ഭാഗമായിട്ട് ഇറക്കുന്നുണ്ട്. ഇതുകൂടാതെ ഡാം പ്രൂഫ് അൾട്ര എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് ഇറക്കുന്നുണ്ട്. ഇതുകൂടാതെ ഡാം പ്രൂഫ് എക്സ്ട്രീം എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റും ഇറക്കുന്നു. അപ്പോൾ ഈ 3 പ്രോഡക്റ്റുകളും ഡാം പ്രൂഫുമായിട്ട് ബന്ധപ്പെടുന്നതാണ്. അപ്പോൾ നമ്മുടെ വിലയ്ക്ക് അനുസരിച്ചും നമ്മുടെ കയ്യിലുള്ള എക്സ്പെൻസ് മാത്രം നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളതനുസരിച്ച് നമുക്ക് ഏത് പ്രോഡക്റ്റ് വേണമെന്നുണ്ടെങ്കിലും വാങ്ങി ഉപയോഗിക്കാവുന്നതാണ്. അപ്പൊ നമുക്കൊക്കെ അറിയാവുന്ന ഒരു പ്രധാന കാര്യമായിട്ടുള്ള ഈ ഡാം പ്രൂഫിങ്ങിൽ ഒരു പ്രധാന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ വരുന്നത് നമ്മൾ പുട്ടിയിട്ട് പ്രൈമർ അടിച്ച് പെയിന്റ് അടിച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഈ പുട്ടി വരുന്ന ഭാഗത്തും അതുപോലെ തന്നെ പ്രൈമർ അടിച്ച് എമൽഷനൊക്കെ അടിച്ച് കഴിയുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ ഒരു ബുദ്ധിമുട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ ഇതിനകത്തുണ്ടാകുന്ന വെള്ളത്തിന്റെ അംശം ഇവാപറേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ നീരാവിയായിട്ട് പുറത്തേക്ക് പോകാൻ ശ്രമിക്കും. അങ്ങനെ ശ്രമിച്ചു കഴിയുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് പുറത്തേക്ക് പോകാനുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ അതിനുള്ള തടസ്സം വരുന്നത് നമ്മുടെ എമൽഷനും അതുപോലെ തന്നെ പുട്ടിയും അങ്ങനെയുള്ള കാര്യങ്ങളും കൊണ്ട് നമുക്ക് അത് പുറത്തേക്ക് പോകാനുള്ള ഒരു അവസ്ഥ ഇല്ലാതെയാകുന്നു. അങ്ങനെ അവസ്ഥ ഇല്ലാതായി കഴിയുമ്പോഴത്തേക്ക് സംഭവിക്കുന്നതാണ് ഇതിനെ പൊളിച്ചു കളയുക, അല്ലെങ്കിൽ അതിനെ പീൽ ചെയ്ത് പുറത്തേക്ക് നമ്മളുടെ ഈ പറയുന്ന വെള്ളം പുറത്തേക്ക് വരും, അല്ലെങ്കിൽ ഇതിന്റെ നീരാവി പുറത്തേക്ക് വരും. അങ്ങനെ വന്നു കഴിയുമ്പോഴുണ്ടാകുന്ന പ്രശ്നം ഇല്ലെങ്കിൽ അത് ഒരു സെഗ്മെന്റ് ആണ്. അതുപോലെ തന്നെ സംഭവിക്കുന്നതാണ് നനഞ്ഞ ഒരു പ്രതലത്തിൽ കുറച്ച് നാളിൽ കൂടുതൽ ഈ പറയുന്ന നമുക്കറിയാവുന്ന പുട്ടി പിടിച്ചിരിക്കത്തില്ല, അതിങ്ങനെ അടന്നു പോരും. അപ്പൊ ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും കൊണ്ട് നമ്മുടെ പെയിന്റിങ് അടന്നു പോരും. അത് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് നമുക്കറിയാം ഫ്ലോറിൽ നിന്ന് ഒരു 2-3 അടി ഹൈറ്റ് വരെയൊക്കെയാണ്. അപ്പൊ ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രോഡക്റ്റുകളെല്ലാം തന്നെ വാങ്ങിച്ച് ചെയ്യുന്നത്. അപ്പൊ ഇത് ചെയ്യുമ്പോൾ നമ്മൾ ഒരു കോട്ടോ ചിലപ്പം 2 കോട്ട് വരെയൊക്കെ അടിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ നമ്മൾ കോട്ട് കൂടുതൽ വൃത്തിയാക്കുന്നതിനേക്കാളും കൂടെ അതിന്റെ മിക്സിങ്ങും കാര്യങ്ങളും എല്ലാം കൃത്യമായി ചെയ്തു കഴിഞ്ഞാൽ കുറച്ച് നല്ല രീതിയിൽ ഈ പ്രോഡക്റ്റ് അവിടെ പിടിച്ചിരിക്കുകയും അതുപോലെ തന്നെ കമ്പനി പറയുന്ന അതേ രീതിയിൽ തന്നെ ഈ പ്രോഡക്റ്റ് മിക്സ് ചെയ്യാനും അല്ലെങ്കിൽ വെള്ളത്തിലാണോ മിക്സ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളത് എല്ലാം അവർ പറഞ്ഞിട്ടുണ്ടാവും. ആ കാര്യങ്ങളെല്ലാം അതിനകത്ത് പറഞ്ഞിരിക്കുന്ന അതേ അളവിൽ തന്നെ ചെയ്യുക, അല്ലെങ്കിൽ ഏരിയ കൂടുതൽ കിട്ടാൻ വേണ്ടി വെള്ളം കൂടുതൽ ഒഴിച്ച് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതെ കൃത്യമായ അളവിൽ ചെയ്യുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇവർ പറയുന്ന ഒരു എഫക്റ്റ് കിട്ടും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ ഈ ഏഷ്യൻ പെയിന്റ്സിന്റെ ഈ പ്രോഡക്റ്റിനെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടായിരുന്നു നമ്മൾ ഈ വീഡിയോ ചെയ്തത്. ഇതിൽ ഉള്ള പ്രധാന ഇപ്പൊ ഞാൻ ഈ കാണിക്കുന്ന സ്ക്രീനിൽ കാണുന്ന പോലെ നല്ല രീതിയിൽ അതിനെ നമ്മുടെ ഭിത്തിയിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചധിക കാലം, അല്ലെങ്കിൽ നല്ല രീതിയിൽ തന്നെ കുറച്ചധിക കാലം തന്നെ ഈ പെയിന്റിങ് എല്ലാം ഈട് നിൽക്കും. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഇതിനെ പൊളിച്ചുകൊണ്ട് പുറത്തേക്ക് വരാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവാത്ത വിധത്തിൽ വെള്ളത്തിനെ അവിടെ തടഞ്ഞു നിർത്താൻ സാധിക്കും എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രധാന സാധനമാണ് ഈ ഡാം പ്രൂഫ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം. ഇന്ന് കുറെ അധികം പ്രോഡക്റ്റുകളുണ്ട്. ഈ ഡാം പ്രൂഫ് എന്ന് പറയുന്ന 3 പ്രോഡക്റ്റുകളെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് കൃത്യമായിട്ട് ഈ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പൊ ഇതില് നമ്മൾ ഉപയോഗിക്കേണ്ട രീതികളും കാര്യങ്ങളും എല്ലാം തന്നെ ഈ കമ്പനി കൃത്യമായി പറഞ്ഞിട്ടുണ്ടാകും. അല്ലെങ്കിൽ നമ്മൾ വിളിക്കുന്ന പെയിന്റർക്കോ അല്ലെങ്കിൽ ഏഷ്യൻ പെയിന്റ്സിന്റെ തന്നെയാണ് പെയിന്റേഴ്സ് ആണെങ്കിലോ ആർക്കാണെങ്കിലും ഇത് കൃത്യമായി എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം കമ്പനി പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തില്ല. അപ്പൊ നിങ്ങൾ ഈ പുട്ടി ഇടുന്നതിന് മുമ്പ് ഈ ഡാം പ്രൂഫ് എന്ന് പറയുന്ന മെറ്റീരിയൽ നിങ്ങൾ എന്തായാലും ഇതിനകത്ത് അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ പെയിന്റ് പീലിംഗ് പോലുള്ള പ്രശ്നങ്ങൾ വളരെ കുറവായിട്ട് തന്നെ ഫീൽ ചെയ്യത്തുള്ളൂ. അപ്പോൾ ഒരു കാരണവശാലും ഇതിന് ഒരു മറ്റുള്ള ഓപ്ഷനുകളൊന്നും തന്നെ നോക്കേണ്ട കാര്യമില്ല. പല പ്രോഡക്റ്റുകളും എല്ലാ കമ്പനികളുടെയും പ്രോഡക്റ്റ് ഉണ്ട്. ഇപ്പൊ നമ്മൾ ഏഷ്യൻ പെയിന്റ്സിന്റെ ആണ് നമ്മൾ ഇത് പരിചയപ്പെടുത്തുന്നത് മാത്രമേ ഉള്ളൂ. ഇതുപോലെ അടുത്തൊരു കമ്പനിയുടെ പ്രോഡക്റ്റുമായിട്ട് നമ്മൾ അടുത്തൊരു വീഡിയോ ചെയ്യുന്നതാണ്. അതുവരെ എല്ലാവർക്കും നമസ്കാരം.